നമസ്കാരം. എൻ്റെ പേര് രജനി എന്നാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കാനാണ്. എൻ്റെ ലൈഫിലെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇപ്പോൾ എൻ്റെ മോന് ഏകദേശം 5 വയസ്സ്, അടുത്ത മാസം 12-ാം തീയതി 5 വയസ്സാകാൻ പോവുകയാണ്. ഈ സമയത്തിനുള്ളിൽ ഏകദേശം 2 വയസ്സ് എത്തുന്നതിന് മുന്നേ തന്നെ എൻ്റെ കുഞ്ഞിന് ആദ്യമായിട്ട് ടെമ്പറേച്ചർ വരികയും അതിനോടനുബന്ധിച്ച് ഫിക്സ് വരികയും ചെയ്തു. ആ ഫിക്സ് 4 പ്രാവശ്യം തുടർച്ചയായിട്ട് വന്നതിൻ്റെ ഫലമായിട്ട് നല്ല സ്മാർട്ടായിരുന്ന കുഞ്ഞായിരുന്നു. പക്ഷേ ഈ ഫിക്സ് വന്നതിന് ശേഷം ശരിക്കും ഡൗൺ ആയിപ്പോയി. ആരോടും പുറത്തിറങ്ങി ആരുമായിട്ട് ഒരു ഇതുമില്ല, ചിരിക്കില്ല, സംസാരിക്കില്ല. നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പറയും, ഭയങ്കര കളിയും ചിരിയും എന്നുള്ളതല്ല, പുറത്തിറങ്ങി ആരുമായിട്ടും യാതൊരു മിംഗ്ലിംഗ് ഇല്ലാത്തൊരു കുഞ്ഞായിരുന്നു. അങ്ങനെ ഇരിക്കുക കുഞ്ഞ് അംഗനവാടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ അവിടെ വന്ന് അവിടുത്തെ ടീച്ചറിന് സംസാരിക്കുകയും കുഞ്ഞിനെ BRCയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ടീച്ചർ അത് എൻ്റെ അടുത്ത്, ഞാൻ അവനെ വിളിക്കാൻ ചെന്നപ്പോൾ ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനങ്ങനെ ശരി അവിടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഏകദേശം 4 സിറ്റിങ് മാത്രമേ BRCയിൽ ഞാൻ കൊണ്ടുപോയുള്ളൂ. അപ്പോഴേക്കും അവൻ സംസാരിക്കാൻ തുടങ്ങി. കാര്യം അവിടെ ടീച്ചർ എന്താണോ തന്നത് അത് ഞാൻ വീട്ടിൽ അതുപോലെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവനിൽ നിന്ന് എനിക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അതിനുശേഷം പപ്പ അമ്മ എന്നും പേരും എല്ലാ കാര്യങ്ങളും പറയാനും എല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ പക്ഷേ വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവന് എഴുതാനും പെൻസിൽ പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരു സ്കൂളിൽ ചേർത്തപ്പോൾ അവിടെ അവൻ ആരടുത്തും മിണ്ടാത്ത ഒരു കാര്യമാണ് അവിടുത്തെ ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് മാർക്ക് വന്നപ്പോൾ പേപ്പറിൽ അവനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. അപ്പോൾ എനിക്കത് വളരെയധികം മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. അങ്ങനെ പറ്റൂലല്ലോ, നമ്മൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞായാലും വേറെ ഏതൊരു കുഞ്ഞായാലും അവന് നമ്മൾ ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നാലേ പറ്റൂ. അപ്പോൾ ഞാൻ അത് ഭയങ്കര വിഷമമായപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചിയുണ്ട്, ആർദ്ര എന്ന് പറയുന്ന ആൾ, അവരുടെ മകനെ പഠിപ്പിച്ച സ്കൂൾ ഞങ്ങളുടെ ഇവിടെ ആറ്റിങ്ങിൽ തന്നെ ആൽഫ സ്കൂൾ എന്ന് പറയുന്ന കിഡ്സിൻ്റെ സ്കൂളിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ കുഞ്ഞിനെ കൊണ്ടുപോയി. പക്ഷെ ഞാൻ അവിടെ ആ ടീച്ചറിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അവ എഴുതൂല, പെൻസിൽ പിടിക്കാനൊക്കെ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ടീച്ചർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. പക്ഷെ കൊണ്ടുപോയി 2ാമത്തെ ദിവസം തന്നെ അവന് നല്ല റിസൾട്ട് വന്നു. അവൻ പെൻസിൽ പിടിക്കാനും എഴുതാനും അവിടെ ഡോട്ടിട്ടാണ് ടീച്ചർ എഴുതിപ്പിച്ചത്. അപ്പോൾ ആ ഡോട്ട് ഞാൻ ഇട്ട് കൊടുക്കണമെന്നുള്ളതേ ഉള്ളായിരുന്നു. അത് എഴുതാൻ തുടങ്ങി. പിന്നെ നല്ല ബെറ്ററായി. അവൻ തനിയെ തന്നെ എഴുതും. ഹോംവർക്ക് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം, അമ്മ ഹോംവർക്ക് ഉണ്ട്, ഹോംവർക്ക് ചെയ്യണം. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ വീട്ടിൽ വരുമ്പോൾ ചോദിക്കും, എന്താണെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ ഡാൻസ് പഠിപ്പിച്ചു, പാട്ട് പഠിപ്പിച്ചു, അങ്ങനെ കുറേ നല്ല ബെറ്ററായി പോയി. അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം അവിടുത്തെ അവനെ കുഞ്ഞിനെ പഠിപ്പിച്ച ഒരു മനീഷ ടീച്ചർ, അവരാണ് ഒരുപാട് അവനെ എത്ര ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.